നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും പിടിവിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില. ഓരോ ദിവസവും റെക്കോർഡ് നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടത്തുന്നത്. 2024 തന്നെ ഈ വർഷം സ്വർണ്ണവിലയിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. ഇത് ശരിവയ്ക്കും വിധത്തിലാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും സ്വർണ്ണവില താഴേക്ക് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 24 ക്യാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 85,000 എന്ന സർവകാല റെക്കോർഡിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. നിക്ഷേപകരും വ്യാപാരികളും വിപണി പ്രവണതകൾ, ന്യായപ്പെരുപ്പ ഡാറ്റ, ഭാവിയിലെ വിലയിലെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്താൻ ആഗോള സാമ്പത്തിക ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമോ അതോ താഴേക്ക് പതിക്കുമോ എന്ന കാര്യത്തിൽ വിശകലന വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് നോക്കാം. സ്ഥിരമായ പണപ്പെരുപ്പം, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം, സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനമാണ് സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥകൾ അനിശ്ചിതത്വങ്ങളും പലിശ നിരക്ക് തീരുമാനങ്ങളും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ സുരക്ഷിതമായ സ്വത്തായി സ്വർണത്തിലേക്ക് തിരിയുന്നുണ്ട്. കൂടാതെ രൂപയുടെ മൂല്യ തകർച്ചയും ഉയർന്ന ആഭ്യന്തര ഡിമാൻഡും വില ഉയരാൻ ഇടയാക്കുന്നതാണ്. നിലവിലുള്ള US-ചൈന വ്യാപാര യുദ്ധവും കനേഡിയൻ, മെക്സിക്കൻ, ചൈനീസ് ഇറക്കുമതി ഇന്ധനങ്ങൾക്ക് മേലുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചുമത്തിയ സമീപകാല താരിഫുകളും കാരണം സ്വർണ്ണവില അഭൂതപൂർവമായ ഉയരത്തിൽ എത്തിയത് എന്നാണ് MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസിലെ കമോഡിറ്റീസ് ആൻഡ് കറൻസി അനലിസ്റ്റ് റിയ സിംഗ് പറയുന്നത്. അതേസമയം ചൈന, ഇന്ത്യ, റഷ്യ എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ കരുതൽ ശേഖരവും വർദ്ധിച്ചിരുന്നു. ഇതോടെ സ്വർണ്ണ ശേഖരം 17.547 ദശലക്ഷത്തിൽ നിന്ന് 33.247 ദശലക്ഷം ട്രോയ് ഔൺസായി ഉയർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില $2,910, $2,925 എന്നിവയിൽ നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ എണ്ണ, കാർഷിക ഉപകരണങ്ങൾക്ക് ബെയ്ജിംഗ് 10% നികുതിയും കൽക്കരി, LNG എന്നിവ ഉൾപ്പെടെ $5 ബില്യൺ താഴെ മൂല്യമുള്ള US ഊർജ്ജ ഇറക്കുമതിക്ക് 15% തീരുവയും ചുമത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വർണം $3,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടാലും അതിശയിക്കാനില്ല എന്നാണ് റിദ്ധി സിദ്ധി ബുള്ളിയൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ പൃഥ്വിരാജ് കോത്താരി പറയുന്നത്. എന്നിരുന്നാലും സെൻട്രൽ ബാങ്കുകൾ നിരക്ക് വർധനകൾ സൂചിപ്പിക്കുകയോ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കുകയോ ചെയ്താൽ ഒരു ഹ്രസ്വകാല ഇടിവിനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണെങ്കിലും സ്വർണം പണം പെരുപ്പത്തിനും സാമ്പത്തിക ചാഞ്ചാട്ടത്തിനുമെതിരെ ശക്തമായ സംരക്ഷണമായി തുടരുന്നതിനാൽ അതിന്റെ ആകർഷണം നിലനിർത്തുന്നു എന്നാണ് ദീർഘകാല പ്രവണതകൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക ചാഞ്ചാട്ടവും അനിശ്ചിതത്വവും സ്വർണത്തെ സഹായിക്കുമെന്ന് bankbazaar.com CEO ആദിൽ ഷെട്ടിയും പറഞ്ഞിരുന്നു. നിലനിൽക്കുന്ന പണപ്പെരുപ്പം, ഓഹരി വിപണിയിലെ അസ്ഥിരത, ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങൾ എന്നിവ വരും ആഴ്ചകളിൽ സ്വർണത്തെ ആകർഷകമുള്ളതാക്കും. ഏറ്റവും പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ച കസ്റ്റംസ് തീരുവ വെട്ടിക്കുറച്ചതും സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.